പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ 2 സഹോദരന്മാർ ജീവിച്ചിരുന്നു. ഇതിലൊരാൾ വളരെ ദരിദ്രനും മറ്റേയാൾ വലിയൊരു പണക്കാരനുമായിരുന്നു. ഈ പണക്കാരനായ സഹോദരൻ പട്ടണത്തിലൊരു വലിയ വീടൊക്കെ വെച്ചിട്ട് അവിടെ വലിയ കച്ചവടമൊക്കെ നടത്തി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ പാവപ്പെട്ട സഹോദരനാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും കയ്യിലുണ്ടായിരുന്നില്ല. അയാളുടെ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. പലപ്പോഴും അവർ വിശന്ന് കരയാറുണ്ടായിരുന്നു. നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ അയാൾ കഠിനമായിട്ട് പണി ചെയ്തെങ്കിലും വളരെ തുച്ഛമായ പ്രതിഫലമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ പോയി എൻ്റെ സഹോദരനോട് എന്തെങ്കിലും സഹായം ചോദിക്കാം. അയാൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്ക്, എത്ര കാലം നമ്മളിങ്ങനെ പട്ടിണി കിടക്കും. ഭാര്യ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ പോയിട്ട് വാ. അങ്ങനെ ഈ പാവപ്പെട്ട സഹോദരൻ തൻ്റെ ധനികനായ സഹോദരൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. വീട്ടിൽ വലിയ കഷ്ടപ്പാടാണ്. പലപ്പോഴും എൻ്റെ മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ളത് പോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ പറ്റിയ പണമെങ്കിലും നീ എനിക്ക് തരണം. അപ്പോൾ ഈ ധനികനായ സഹോദരൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആർക്കും വെറുതെ ഒന്നും കൊടുക്കാറില്ല. അതെൻ്റെ സഹോദരനാണെങ്കിലും മറ്റാരാണെങ്കിലും. ഞാൻ നിനക്കൊരു ജോലി തരാം. നീ ഒരാഴ്ച എൻ്റെ വീട്ടിൽ പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനുള്ള കൂലി നിനക്ക് തരാം. അപ്പോൾ ഈ പാവപ്പെട്ട സഹോദരൻ വിചാരിച്ചു, അങ്ങനെയെങ്കിൽ അങ്ങനെ ജോലി ചെയ്തിട്ടാണെങ്കിൽ ഇവൻ നല്ല കൂലി തരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച സഹോദരൻ്റെ വീട്ടിൽ ജോലി ചെയ്യാം. അങ്ങനെ ഈ പാവപ്പെട്ട സഹോദരൻ ധനികനായ സഹോദരൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നു. വളരെ കഠിനമായ ജോലികളാണ് തൻ്റെ സഹോദരന് ഈ ധനികൻ കൊടുത്തത്. വിറക് കീറി, വെള്ളം കൊണ്ടുവന്നു, കുതിരകളെ വൃത്തിയാക്കി, തൊഴുത്ത് വൃത്തിയാക്കി, മുറ്റമടിച്ച് വാരി. കുറച്ച് ദൂരെയാണ് കിണർ, അവിടെ പോയി വെള്ളം കൊണ്ടുവന്നു, കൃഷിത്തോട്ടം നനച്ചു. അങ്ങനെ വിശ്രമമില്ലാതെ തൻ്റെ സഹോദരൻ്റെ തോട്ടത്തിലും പറമ്പിലും വീട്ടിലും ഒക്കെ ആയിട്ട് ഈ പാവപ്പെട്ടവൻ പണി ചെയ്തു. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൂലി കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഈ പണക്കാരൻ വിളിച്ച് തൻ്റെ പാവപ്പെട്ട സഹോദരന് ഒരു വലിയ റൊട്ടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ കൂലി. പാവപ്പെട്ടവന് വലിയ വിഷമമായിപ്പോയി. കുറച്ച് പണം കിട്ടും എന്നാണ് അയാൾ കരുതിയത്. ആ പണം കൊണ്ട് വീട്ടിൽ പോയിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ ചെറിയൊരു കച്ചവടം വല്ലതും തുടങ്ങാമായിരുന്നു. ഇതൊന്നുമില്ല. ഒരു കഷ്ണം റൊട്ടി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നാമത്തെ സഹോദരൻ മാത്രമല്ല, പണി തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കൂലിയൊന്നും പറഞ്ഞ് ഉറപ്പിച്ചിരുന്നുമില്ല. അതുകൊണ്ട് അയാൾ തൻ്റെ സഹോദരനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഈ റൊട്ടിയും പൊതിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ധനികനായ സഹോദരൻ വന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം കൂടെ ഉണ്ടേ, നാളെ എൻ്റെ പിറന്നാളാണ്. എൻ്റെ പിറന്നാളിന് വീട്ടിൽ വലിയൊരു വിരുന്ന് കൊടുക്കുന്നുണ്ട്, വലിയൊരു സൽക്കാരമുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നാളെ നീയും നിൻ്റെ കുടുംബവും കൂടെ വന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, അയ്യോ, എനിക്ക് നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇവിടെ വന്ന് വിരുന്നിന് പങ്കെടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ അവർക്ക് ആർക്കും നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. ഞാൻ അവരെയും കൊണ്ട് എങ്ങനെ വരും? അപ്പോൾ ധനികൻ പറഞ്ഞു, അതൊന്നും നീ വിഷമിക്കേണ്ട. നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ തന്നുകൊള്ളാം. നീ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ശരി, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ റൊട്ടി കഷ്ണവുമായിട്ട് ഈ പാവപ്പെട്ടവൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ഭാര്യയ്ക്കും മക്കൾക്കും ആ റൊട്ടി മുറിച്ച് കൊടുക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങളായിട്ട് പട്ടിണിയായിരുന്ന ആ കുടുംബം ആ റൊട്ടി വളരെ സ്വാദോടെ കഴിച്ചു തീർത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പാവപ്പെട്ട ആൾ തൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, നാളെ എൻ്റെ സഹോദരൻ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. നാളെ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അവിടെ വലിയൊരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം അവർ വലിയ വീടുകളിൽ പോവുകയോ അവിടുന്ന് വിരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടിയൊരു അവസരമാണല്ലോ. അവർക്കന്ന് ഉറക്കം വന്നതേയില്ല സന്തോഷം കൊണ്ട്. നേരം വെളുക്കാൻ ആ കുടുംബം കാത്തിരുന്നു. രാവിലെ ആയപ്പോൾ അവർ കുളിച്ച് വൃത്തിയായി ഉള്ളതിൽ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഈ വിരുന്നിന് പോയി. അവർ നടന്ന് അവിടെ എത്തിയപ്പോഴേക്ക് ഉച്ചയായി. എന്നിട്ട് അവർ ചെന്ന് ഈ ധനികനായ സഹോദരന് ജന്മദിന ആശംസകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ മൂലക്കിട്ടിരുന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു. വലിയൊരു തീന്മേശ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിറയെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ധാരാളം അതിഥികൾ വന്ന് കഴിക്കുന്നുണ്ട്. പണക്കാരനായ ഈ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് വന്നവർക്കൊക്കെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും ഈ ബെഞ്ചിലിരുന്നിരുന്ന ഈ പാവപ്പെട്ടവനെ ഗവനിച്ചതേയില്ല. അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും ആരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല. മറ്റുള്ളവർ തിന്നുന്നതും കുടിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഒക്കെ നോക്കി അവർ ആ ബെഞ്ചിൽ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വിരുന്ന് അവസാനിച്ചു.
ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളെല്ലാം ജോലിക്കാർ കഴുകാൻ എടുത്തുകൊണ്ട് പോകുന്നത് ഈ പാവപ്പെട്ടവൻ അവിടെ നിന്ന് കണ്ടു. അപ്പോഴും അയാൾക്കാരും ഭക്ഷണം കൊടുത്തില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് വീഞ്ഞു കുടിച്ച് കൂട്ടുമായിട്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് ഓരോരുത്തരായിട്ട് ഈ ജന്മദിനം ആഘോഷിച്ച ധനികനോട് യാത്ര പറഞ്ഞ് പോയി തുടങ്ങി. അവസാനം നമ്മളുടെ പാവപ്പെട്ട ആളും അയാളുടെ ഭാര്യയും മക്കളും പോകാൻ എഴുന്നേറ്റു. ധനികനായ സഹോദരനെ ചെന്ന് വന്ദിച്ചു. ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴയാൾ നോക്കുമ്പോൾ കുറേ അതിഥികളൊക്കെ സന്തോഷം കൊണ്ട് പാട്ട് പാടുന്നുണ്ട്. അവരിൽ പലരും നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് അവർ പാട്ട് പാടുകയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, എല്ലാവരും എൻ്റെ സഹോദരൻ എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുത്തു, ഞാനൊന്നും കൊടുത്തില്ല, ഞാൻ അവരൊരു പാട്ട് പാടി കൊടുത്താലോ? അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് പാട്ട് പാടാനൊന്നും അറിഞ്ഞുകൂടാ. അതിൻ്റെ കൂടെ നമ്മൾ വളരെ അപമാനിതരായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര നേരം ആ മൂലയ്ക്കിരുന്നു. ഇനി ഒരു പാട്ട് പാടാത്ത കുറവും കൂടെ ഉള്ളൂ, വാ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞില്ലേ, ഇല്ല, ഞാൻ എൻ്റെ സഹോദരൻ്റെ ജന്മദിനത്തിന് വന്നതാണ്, അവനൊരു പാട്ട് പാടി കൊടുക്കാതെ എനിക്ക് പോകാൻ വയ്യ. അങ്ങനെ അയാൾ തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് പാട്ട് പാടാൻ തുടങ്ങി. അയാൾ പാട്ട് പാടുമ്പോൾ നോക്കുമ്പോൾ തൻ്റെ ശബ്ദം മാത്രമല്ല കേൾക്കുന്നത്, കൂടെ ആരോ പാടുന്നുണ്ട്. അയാൾ പാട്ട് നിർത്തി. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഞാൻ പാടുമ്പോൾ ആരോ കൂടെ പാടുന്നുണ്ടോ? നീയാണോ എൻ്റെ കൂടെ പാടുന്നത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് വട്ടോടോ നിങ്ങളുടെ കൂടെ പാടാൻ, ഞാനങ്ങും പാടുന്നില്ല, ഞാനൊന്നും കേട്ടതുമില്ല. അയാൾ പറഞ്ഞു, നീ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്ക്, ആരോ എൻ്റെ കൂടെ പാടുന്നുണ്ട്. അങ്ങനെ അയാൾ വീണ്ടും പാടി. പാട്ട് നിർത്തിയിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും ശബ്ദം കേട്ടോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മുടെ കൂടെ വേറെ ആര് വരാനാ? ഈ ദാരിദ്ര്യം പിടിച്ചൊരു ഭൂതമുണ്ട്, ഈ പാവപ്പെട്ടവരുടെ കൂടെ കൂടുന്നൊരു ഭൂതം. ചിലപ്പോൾ ആ ഭൂതമായിരിക്കും നിങ്ങളുടെ കൂടെ കൂടിയേക്കുന്നത്, അതല്ലാതെ ഞാനൊന്നും കേട്ടില്ല. അപ്പോൾ ഈ പാവപ്പെട്ടവൻ വിളിച്ചു ചോദിച്ചു, ദാരിദ്ര്യത്തിൻ്റെ ഭൂതമാണോ എൻ്റെ കൂടെ കൂടിയേക്കുന്നത്? അപ്പോൾ ഒരു ശബ്ദം, അതേ യജമാനനെ, ഞാനാണ്. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ഈ മൂലയ്ക്ക് വിശന്നിരിക്കുന്നു, അത് കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ എനിക്കും തോന്നി. അപ്പോൾ ഈ പാവപ്പെട്ട പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ ഗൗനിച്ചല്ലോ, ഞങ്ങളെ കൂട്ടുകൂടിയല്ലോ, വാ ഞങ്ങളുടെ കൂടെ പോരെ. അങ്ങനെ ഈ കൃഷിക്കാരൻ വിശന്ന് തളർന്ന് തൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഈ ഭൂതത്തിനെയും കൂട്ടി വീട്ടിലെത്തി. ഭാര്യയ്ക്കും മക്കൾക്കും ഈ ഭൂതത്തിനെ കാണാൻ പറ്റില്ല, ഈ കർഷകന് മാത്രമേ കാണാൻ പറ്റൂ. അടുത്ത ദിവസം രാവിലെ ഭൂതം ഈ പാവപ്പെട്ട കർഷകനെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, അവിടെ അടുത്തൊരു മദ്യശാലയുണ്ട്, നല്ല മദ്യം കൊടുക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരാമെങ്കിൽ നമുക്ക് കുറച്ച് മദ്യം കുടിക്കാം. അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ എവിടുന്നാ പണം? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഈ ഭൂതം പറഞ്ഞു, നിൻ്റെ കയ്യിൽ പണം എന്തിനാ? മദ്യം കുടിക്കാൻ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നോക്ക്, ആ ഭിത്തിയിൽ നീ ഒരു കോട്ട് തൂക്കിയിട്ടിട്ടില്ലേ, ആടിൻ്റെ രോമം കൊണ്ടുള്ളൊരു കോട്ട്. ഇപ്പോൾ വേനൽക്കാലമല്ലേ, തണുപ്പ് കാലം ആകുമ്പോഴല്ലേ കോട്ടിൻ്റെ ആവശ്യം വരത്തുള്ളൂ. നീ ആ കോട്ട് എടുക്കുന്നു, നമുക്കത് കൊണ്ടുപോയി മദ്യശാലയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കുറച്ച് മദ്യം കുടിക്കാം. എന്നിട്ട് ഈ പാവപ്പെട്ടനെ അങ്ങ് നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ കോട്ടും എടുത്തുകൊണ്ട് ഭൂതത്തിൻ്റെ കൂടെ മദ്യശാലയിലേക്ക് പോയി. അവിടെ കൊണ്ടുപോയി കോട്ട് വിറ്റ് മദ്യം കുടിച്ചു. നന്നായിട്ട് കുടിച്ച് പൂസായി കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ച് വീട്ടിൽ വന്നു. അയാളുടെ കൂടെ ഭൂതവും അയാളുടെ വീട്ടിൽ വന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭൂതത്തിന് ഭയങ്കര തലവേദന. ഭൂതം പറഞ്ഞു, നീ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ നിൻ്റെ കൂടെ വന്നത്, അപ്പോൾ നീ എൻ്റെ കാര്യം നോക്കിയേ പറ്റൂ. എനിക്ക് ഇന്നലെ മദ്യം കുടിച്ചു, ഇന്ന് മദ്യം കുടിക്കാത്തപ്പോൾ ഭയങ്കര തലവേദന എടുക്കുന്നു, അല്ലാതെ വയറുവേദനയുണ്ട്, എനിക്കിത്തിരി മദ്യം കിട്ടിയേ തീരും. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കാനാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ദുർഭൂതം ചോദിച്ചു, എന്തിനാ പണം? ഇന്നലെ നമ്മളൊരു കോട്ടല്ലേ കൊണ്ടുപോയത്, ഇന്ന് നിനക്കൊരു തെന്നു വണ്ടി ഉണ്ടല്ലോ, മഞ്ഞിൽ കൂടെ പോകുന്നൊരു തെന്നു വണ്ടി. ഇപ്പം മഞ്ഞുകാലം ഒന്നും അല്ലല്ലോ, വേനൽക്കാലമല്ലേ, മഞ്ഞുകാലം വരുമ്പോൾ നമുക്ക് വേറെ വണ്ടി ഉണ്ടാക്കാം, ഇപ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് വാ. അങ്ങനെ തൻ്റെ തെന്നു വണ്ടി എടുത്തുകൊണ്ട് പോയി ഈ മനുഷ്യൻ അത് മദ്യശാലയിൽ കൊടുത്ത് മദ്യം കുടിച്ചു, ഭൂതത്തിനും കൊടുത്തു. അടുത്ത ദിവസം ഭൂതം അയാളോട് പറഞ്ഞു, എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് ഇന്നും മദ്യം കുടിച്ചേ തീരൂ, എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലാതെ യാതൊരു മാർഗവുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭൂതമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല വിൽക്കാൻ. അപ്പോൾ ഭൂതം പറഞ്ഞു, ദാ കിടക്കുന്ന നിൻ്റെ കലപ്പ, നിലവൊക്കെ ഉഴുതു കഴിഞ്ഞതല്ലേ, ഇനി കലപ്പയുടെ ആവശ്യമില്ലല്ലോ, അതെടുത്തുകൊണ്ട് പോകാം, നമുക്കത് കൊണ്ടുപോയി മദ്യശാലയിൽ കൊടുത്തിട്ട് മദ്യം വാങ്ങാം. അങ്ങനെ ഭൂതത്തിൻ്റെ കൂടെ അയാൾ കലപ്പ എടുത്തുകൊണ്ട് മദ്യശാലയിൽ പോയി മദ്യം വാങ്ങി കുടിച്ചു, ഭൂതത്തിനും കൊടുത്തു. അങ്ങനെ ഇതൊരു പതിവായി. ഭൂതത്തിൻ്റെ സ്വാധീനത്തിലാക്കപ്പെട്ട് ഈ മനുഷ്യൻ എല്ലാ ദിവസവും മദ്യശാലയിലേക്ക് പോവുകയും തൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുപോയി കൊടുത്തിട്ട് മദ്യം കുടിക്കുകയും ചെയ്തു. അവസാനം അയാളുടെ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ലാതായി. ഏകദേശം 1 മാസം കഴിഞ്ഞു അയാളുടെ കൂടെ ഭൂതം വന്നിട്ട്. അപ്പോൾ ഭൂതത്തിനോട് അയാൾ പറഞ്ഞു, ഇനി എനിക്കൊരു മാർഗവുമില്ല, എൻ്റെ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല, എൻ്റെ കയ്യിൽ തൊപ്പി, എൻ്റെ കോട്ട്, എൻ്റെ തെന്നുവണ്ടി, എൻ്റെ കലപ്പ എല്ലാം പോയി, എൻ്റെ പണിയായുധങ്ങൾ മുഴുവൻ പോയി, ഇനി ഞാൻ എന്തുകൊണ്ട് കൊടുക്കും മദ്യശാലയിൽ?
അപ്പോൾ ഭൂതം പറഞ്ഞു, അതിനാണോ വിഷമം? നിൻ്റെ ഭാര്യയ്ക്ക് 2 ഉടുപ്പുണ്ട്, അവൾ ഒന്നല്ലേ ഒരു സമയം എടുത്തുള്ളൂ, അതുകൊണ്ട് മറ്റേ ഉടുപ്പ് നമുക്ക് കൊണ്ടേ കൊടുക്കാം. അങ്ങനെ ഭാര്യ അറിയാതെ ഭാര്യയുടെ 2ാമത്തെ ഉടുപ്പ് എടുത്തുകൊണ്ടുപോയി ഈ മനുഷ്യൻ മദ്യശാലയിൽ കൊടുക്കുകയും മദ്യം കുടിക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ വിചാരിച്ചു, ഇപ്പോൾ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഒരു തുണിക്ക് മറുതുണിയില്ല. ലോകം മുഴുവൻ തപ്പി നോക്കിയാലും എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ പിറ്റേന്നും ദുർഭൂതൻ രാവിലെ എത്തി. പാവപ്പെട്ട മനുഷ്യനിൽ ഇനി ഒന്നും പിഴിയാനില്ലെന്ന് ദുർഭൂതത്തിന് മനസ്സിലായി. ദുർഭൂതൻ വിളിച്ചു യജമാനനെ. അപ്പോൾ പാവപ്പെട്ടവൻ ചോദിച്ചു, എന്ത് വേണം ഭൂതത്താനെ? ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഈ ഭൂതം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, അങ്ങയുടെ അയൽക്കാരൻ്റെ അടുത്ത് പോയിട്ട് കാളവണ്ടി കടം ചോദിക്കുക. അപ്പോൾ അയാൾ ചോദിച്ചു, എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? ഭൂതം പറഞ്ഞു, തിരിച്ചു കൊടുക്കുമൊന്നും വേണം, നീ പോയി കാളവണ്ടി ചോദിക്കും, അത് കൊണ്ടുപോയി വിറ്റ് നമുക്ക് മദ്യം വാങ്ങാം. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ ഭൂതത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിട്ട് അതിൻ്റെ വാക്കുകൾ തടുക്കാൻ പറ്റാതെ അടുത്ത വീട്ടിൽ പോയി തൻ്റെ അയൽക്കാരനോട് അയാളുടെ കാളവണ്ടി കടം ചോദിച്ചു. അപ്പോൾ അയൽക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഇപ്പോൾ കാളവണ്ടി? അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് കാട്ടിൽ പോയി കുറച്ച് വിറവ് കൊണ്ടുവരാൻ, വീട്ടിൽ വിറകില്ല. അപ്പോൾ അയൽക്കാരൻ പറഞ്ഞു, ശരി, നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കാട്ടിൽ പോയി വിറവ് കൊണ്ടുവന്നെങ്കിലും ജീവിക്കുക. അപ്പോൾ അങ്ങനെ ഈ അയൽക്കാരൻ്റെ കാളവണ്ടിയിൽ കയറി കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ ഭൂതത്താനോട് ചോദിച്ചു, എൻ്റെ ഭൂതത്താനെ, ഇത് നമ്മൾ ചെയ്യുന്നത് വലിയ അബദ്ധമാണ്. എൻ്റെ അയൽക്കാരൻ നാളെ കാളവണ്ടി തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാളവണ്ടി കൊണ്ടുപോയി വിറ്റു എന്ന് പറയാൻ പറ്റുമോ? അയാൾ എന്നെ ഉപദ്രവിക്കില്ലേ, അടിക്കില്ലേ? നാളെ മുതൽ എനിക്ക് ആരെങ്കിലും കടം തരുമോ? ഇപ്പോൾ എന്നോട് വിശ്വാസമുള്ളതുകൊണ്ടാണ് അയാൾ എനിക്ക് കാളവണ്ടി തന്നത്. നാളെ മുതൽ ഞാൻ എന്ത് കടം വാങ്ങിയാലും തിരിച്ചു തരില്ല എന്നെല്ലാവരും അറിയും. അതോടെ ആരും എനിക്കൊന്നും തരാതാകും. നിൻ്റെ കൂടെയുള്ള ഈ മദ്യം കുടിക്കൽ പരിപാടി ഇന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ഭൂതം കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഭൂതം അയാളോട് പറഞ്ഞു, നിൻ്റെ ഈ കാളവണ്ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാളവണ്ടികൾ നേരെ കാടിന് നടുക്കൊരു മൈതാനമുണ്ട്, അങ്ങോട്ട് വിട്. അങ്ങനെ ഈ മനുഷ്യൻ ഈ കാളവണ്ടി കാടിന് നടുക്കുള്ള മൈതാനത്തേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഭൂതം പറഞ്ഞു, താൻ നോക്കുക, ആ മൈതാനത്തിന് നടുക്കൊരു കല്ലിരിക്കുന്നത് കണ്ടോ? ആ കല്ല് ഒന്ന് ഉയർത്താൻ നോക്ക്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഉയർത്താൻ നോക്കിയിട്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോൾ അയാൾ അവിടെ നിന്ന് കുറേ കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചുറ്റുമുള്ള മണ്ണൊക്കെ മാന്തി നോക്കിയിട്ട് ഈ കല്ലൊരു വിധത്തിൽ ഉയർത്തി. വളരെ ബുദ്ധിമുട്ടിയാണ് അയാൾ ആ കല്ല് ഉയർത്തി മാറ്റിയത്. നോക്കുമ്പോൾ അതിനടിയിൽ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴി നിറയെ സ്വർണ്ണമുണ്ട്. അപ്പോൾ ദുർഭൂതം പറഞ്ഞു, ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാതെ അത് വാരി എടുത്തുകൊണ്ടൊന്ന് വണ്ടി കയറ്റ്. ഇനി കുറേ നാളത്തേക്ക് നമുക്ക് ഇതുകൊണ്ട് കള്ള് കുടിക്കാം. ഇത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ വന്ന് എടുക്കാം. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ കുഴിയിൽ നിന്ന് കുറേശ്ശെയായിട്ട് സ്വർണ്ണ നാണയങ്ങൾ വാരി എടുത്ത് കാളവണ്ടിയിൽ കൊണ്ടുവന്ന് നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം നിറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കുഴിയിലെ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ തീർന്നു. കാളവണ്ടി നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി. പെട്ടെന്ന് ആ കർഷകൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. അയാൾ വിചാരിച്ചു, ഈ ദുർഭൂതം എൻ്റെ കൂടെ എപ്പോഴെങ്കിലും നടക്കുകയാണെങ്കിൽ അവന് ഈ പണം മുഴുവൻ എന്നെക്കൊണ്ട് മദ്യഷാപ്പിൽ ചെലവഴിപ്പിക്കും. ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. സഹോദരൻ്റെ വിരുന്നിൽ വെച്ചാണ് ഇവനെ കണ്ടത്. അന്ന് അബദ്ധം പറ്റിപ്പോയതാണ്. കൂടെ വാ എന്ന് ഞാൻ ഇയാളോട് അവിടെ വെച്ച് പറഞ്ഞും പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. അയാൾ ദുർഭൂതത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭൂതമേ, ആ കുഴിയിൽ ഒന്നുകൂടെ നോക്കൂ, ഇനി ഒരു സ്വർണ്ണ നാണയം കൂടെ ബാക്കിയുണ്ടെന്ന് എനിക്കൊരു സംശയം. ഭൂതം കുഴിയുടെ കരയിൽ ചെന്ന് അകത്തേക്ക് എത്തി നോക്കി. ഇല്ല, ഇനി ഇതിൽ സ്വർണ്ണ നാണയങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ ഈ പാവപ്പെട്ട പറഞ്ഞ, അല്ല, അതിനുള്ളിൽ എന്തോ ഉണ്ട്, എനിക്ക് എന്തോ ഒരു തിളക്കം കാണുന്നുണ്ട്. ഞാൻ നോക്കാം, ആ മൂലയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ ഭൂതം പറഞ്ഞു, ഞാനിന്ന് ഇറങ്ങി നോക്കട്ടെ, എന്താ അതിനുള്ളത് നോക്കട്ടെ. അങ്ങനെ ഭൂതം ആ കുഴിയിലേക്ക് ഇറങ്ങിയതും അയാൾ ആ കല്ല് കൊണ്ടുവന്ന് ആ കുഴിയുടെ വായങ്ങ് അടച്ചു. ഭൂതം പറഞ്ഞു, അയ്യോ, കല്ല് നീക്കോ, എന്നെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അവിടെ തന്നെ കിടക്കും, നിന്നെ പുറത്ത് വിട്ടാൽ ഈ സ്വർണം മുഴുവൻ നീ എന്നെ കൊണ്ട് കള്ളു കുടിക്കാൻ ചെലവഴിപ്പിക്കും. അങ്ങനെ ഈ കാളവണ്ടി നിറയെ സ്വർണ്ണമായിട്ട് ഈ പാവപ്പെട്ട സഹോദരൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ കൊണ്ടുപോയി ഒരു രഹസ്യ അറയുണ്ടാക്കി ആ പണം അവിടെ സൂക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് കാളവണ്ടി തൻ്റെ അയൽക്കാരന് മടക്കി കൊടുത്തു. പിന്നീട് അയാൾ നല്ലൊരു വീടൊക്കെ പണിഞ്ഞ് നല്ല ധനികനായിട്ട് ജീവിക്കാൻ തുടങ്ങി. തൻ്റെ പണക്കാരനായ സഹോദരൻ ജീവിക്കുന്നതിലും വളരെ ഉയർന്ന നിലയിലായിരുന്നു ഇപ്പോൾ ഇയാൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ പിറന്നാൾ വന്നു. അപ്പോൾ അയാൾ പട്ടണത്തിൽ പോയി തൻ്റെ സഹോദരനെ വിരുന്നിന് വിളിച്ചു. അപ്പോൾ പണ്ടേ ധനികനായിരുന്ന ഈ സഹോദരൻ പറഞ്ഞു, നീ എന്തിനാ എന്നെ വിരുന്നിന് വിളിക്കുന്നത്? നിൻ്റെ വീട്ടിൽ വന്നാൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? നിൻ്റെ കയ്യിൽ പണമുണ്ടോ? അപ്പോൾ ഈ പാവപ്പെട്ടവനായിരുന്ന സഹോദരൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ വിരുന്നിന് വന്നാൽ മാത്രം മതി. അങ്ങനെ പിറ്റേന്ന് പട്ടണത്തിൽ നിന്ന് ധനികനായ സഹോദരനും ഭാര്യയും ഗ്രാമത്തിൽ താമസിക്കുന്ന തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഉണ്ണാനും ഉടുക്കാനും ഒന്നും ഇല്ലാതിരുന്ന തങ്ങളുടെ വീട്ടിൽ വന്ന് വിടുവേല ചെയ്ത സഹോദരൻ്റെ വീട് കണ്ട് അവർ അമ്പരന്ന് പോയി.
രാജാവിൻ്റെ കൊട്ടാരത്തോളം വലിപ്പമുണ്ട് വീടിന്. അവിടുത്തെ വിരുന്നാണെങ്കിലോ അതിവിശിഷ്ടം, എല്ലാ വിഭവങ്ങളും ഉണ്ട്. തൻ്റെ സഹോദരനെ അദ്ദേഹം പ്രത്യേകം ഗൗനിക്കുകയും ചെയ്തു. വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും വേണ്ടപ്പോഴൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് അതിഥികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ നിന്ന് വന്ന ധനികൻ തൻ്റെ സഹോദരനോട് വന്ന് ചോദിച്ചു, നിനക്ക് എവിടുന്ന് ഇത്ര അധികം പണം കിട്ടിയത്? അപ്പോൾ ശുദ്ധഗതിക്കാരനായ ആ പാവം തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. തൻ്റെ സഹോദരൻ്റെ വിരുന്നിൽ താൻ വന്നതും അവിടെ വിശന്നിരുന്നതും പാട്ട് പാടിയപ്പോൾ കൂടെ ആരോ പാടിയതും അത് ദുർഭൂതമാണെന്ന് മനസ്സിലാക്കി കൂടെ പോരാൻ വിളിച്ചതും അങ്ങനെ ദുർഭൂതം തനിക്ക് നിധി കാണിച്ചു തന്നത് വരെ അയാൾ പറഞ്ഞു. പട്ടണത്തിൽ നിന്ന് വന്ന ധനികൻ്റെ മനസ്സിൽ അസൂയ നുരഞ്ഞു പൊങ്ങി. വെളിമ്പ്രദേശത്ത് പോയി ആ കല്ല് പൊക്കിയെടുത്ത് ആ ദുർഭൂതത്തിനെ വെളിയിൽ വിട്ടാലോ? അവൻ വന്ന് എൻ്റെ ഈ സഹോദരൻ്റെ സ്വത്തെല്ലാം വീണ്ടും നശിപ്പിച്ചോളും. ഇതും വിചാരിച്ച് പട്ടണത്തിൽ നിന്ന് വന്ന സഹോദരൻ തൻ്റെ ഭാര്യയെ നേരെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് നേരെ കാട്ടിന് നടുക്കുള്ള മൈതാനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ആ കല്ല് പൊക്കി മാറ്റി ഭൂതത്തിനെ സ്വതന്ത്രമാക്കി. എന്നിട്ട് പറഞ്ഞു, വേഗം എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പൊക്കോളൂ, അവനിപ്പം വലിയ പണക്കാരനായിട്ടുണ്ട്, അവനെ വീണ്ടും പാവപ്പെട്ടവനാക്കിത്ത. അപ്പോൾ ഭൂതം പറഞ്ഞു, എനിക്കിനി അത് സാധ്യമല്ല, ഞാൻ അയാളുടെയൊക്കെ പോവുകയില്ല. അയാളൊരു ദുഷ്ടനാണ്. അയാളെന്നെ ഇത്ര കാലം കൂടെ നടന്നിട്ടും കുഴിയിലിട്ട് അടച്ചു കളഞ്ഞു. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷെ നീ അങ്ങനെയല്ല, നീ കുഴി തുറന്ന് എന്നെ പുറത്ത് വിട്ട ആളാണ്, എനിക്ക് സഹായം ചെയ്തു, നീ നല്ലവനാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാൻ പോകുന്നത്. അങ്ങനെ ആ ഭൂതം ഈ പട്ടണത്തിൽ നിന്ന് വന്ന സഹോദരൻ്റെ കൂടെ കൂടി. വളരെ കുറച്ച് മാസങ്ങളെ എടുത്തുള്ളൂ ഭൂതത്തിൻ്റെ സ്വാധീനം കാരണം ഇയാൾ ഒരു പാവപ്പെട്ടവനായിട്ട് മാറി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.